ഹലോ ഹായ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണമൊക്കെ അടുത്ത് വരുന്നതുകൊണ്ട് 10 ദിവസത്തെ പൂക്കൾ ഇടാൻ വേണ്ടി പൂക്കൾ ഇങ്ങനെ തമിഴ്നാട്ടിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും പല സ്ഥലത്തു നിന്നും അങ്ങനെ തൃശ്ശൂരിലേക്ക് ഇറക്കുന്നത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്താണ് ഈ പൂക്കച്ചവടം നടക്കുന്നത് കേട്ടോ. പൂക്കച്ചവടം മാത്രമല്ല, അവിടെ എല്ലാവരും ഓണത്തിന് വേണ്ട സകല സാധനങ്ങളും കച്ചവടത്തിനായി എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഭാഗം നിങ്ങൾക്കും കൂടെ കാണിക്കാമെന്ന് കരുതി ഇന്നങ്ങനെ ഷോപ്പിങ്ങിന് ഇറങ്ങിയപ്പോഴാണ് അതെല്ലാം കഴിഞ്ഞ് മടങ്ങുന്ന വഴി തേക്കിൻകാട് മൈതാനത്ത് കയറി ജസ്റ്റ് ഒരു പൂക്കളൊക്കെ ഒന്ന് എടുക്കാമെന്ന് കരുതിയിട്ടാണ്. കച്ചവടം ഫുള്ള് ആ ഗ്രൗണ്ടിന് ഒരു പരിധി വരെ ഈ പൂക്കച്ചവടം നീങ്ങുന്നു. പൂക്കളുടെ വില കേട്ടാലോ ഇന്നത്തെ സ്വർണത്തിൻ്റെ വില പോലെയാണ് പൂക്കളുടെ വില. കാരണം ഓണം സീസണായ പൂക്കളുടെ വില ഭയങ്കരമായിരിക്കും. കാരണം കഴിഞ്ഞ തവണയൊക്കെ ഓണത്തിന് നമ്മളൊരു 2 ദിവസം 3 ദിവസത്തേക്കൊക്കെ ഒരു 100 രൂപയുടെ 200 രൂപയുടെ കിറ്റൊക്കെ മേടിച്ചാൽ ഒരു 2-3 ദിവസമൊക്കെ നമുക്ക് പൂക്കളിടാം. ഇന്നിപ്പോൾ ഒരു 2000 രൂപയുടെ പൂവൊക്കെ മേടിക്കണം ഒരു 3-4 ദിവസമൊക്കെ പൂവിടണമെങ്കിൽ. കാരണം ഓരോ പൂക്കളുടെ വില അത്രയും വിലയാണ്, നമ്മുടെ നാട്ടിൽ കിട്ടാനില്ല പൂക്കൾ. അപ്പോൾ ഈ പൂക്കളൊക്കെ കാരണം പല വെറൈറ്റി പൂക്കളുണ്ട് കേട്ടോ. അതൊക്കെ കിലോൻ്റെ വില കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈശ്വര പൂവാണോ മേടിക്കുന്നത് അതോ സ്വർണ്ണമാണോ മേടിക്കുക എന്നൊന്ന് തോന്നിപ്പോവും. കാരണം അത്രയും വിലയാണ് ഈ പൂക്കൾക്ക്. കണ്ടില്ലേ. അപ്പോൾ തൃക്കാക്കര അപ്പനും അങ്ങനെ എല്ലാം ഉണ്ട് അവിടെ. അപ്പോൾ എന്തായാലും ഓണം ശരിക്കും തകർക്കുന്നത് തൃശ്ശൂരാണെന്നാണ് എൻ്റെ ഒരു അറിവിൽ. കാരണം ഇത്രയധികം ഇവിടെ ഒരു ഓണത്തിൻ്റെ ഒരു കച്ചവടം മാത്രമല്ല, ഓണാഘോഷ പരിപാടികളും ഇവിടെ തന്നെയാണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, പൂക്കളൊക്കെ കണ്ടു, ഇനി തിരിച്ച് മടങ്ങണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. ഓണത്തിന് വീണ്ടും കാണാം.